വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എൻ്റെ കൂടെ ഹാക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ വരാൻ വേണ്ടി കുറച്ചുകൂടി നന്നായി പഠിക്കാൻ ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ച് ഷിയാന് ആത്മവിശ്വാസം നൽകുന്നിടത്താണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയിരിക്കുകയാണ്. മഞ്ഞുകാലം തുടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം സിയയും ഷെന്നും ഷിഷിയും കൂടി പ്ലേ ഗ്രൗണ്ടിൽ വെച്ച് ന്യൂ ഇയർ പാർട്ടിക്ക് പോകുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. കുട്ടിഭൂതത്തെ കൂടി കൊണ്ടുവരണമെന്ന് ഷിഷി സിയയോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കുട്ടിഭൂതവുമായി എപ്പോഴാണ് ഇത്ര അടുത്തതെന്ന് ഷെൻ ചോദിക്കുന്നു. അതൊക്കെ സംഭവിച്ചു. അവളുടെ ആ മുൻചുണ്ടി മാറ്റിക്കഴിഞ്ഞാൽ അവൾ നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണെന്ന് ഷിഷി പറയുന്നു. നീ ഞങ്ങൾക്കൊപ്പം വരുമോ എന്ന് സിയെ ഷെന്നോട് ചോദിക്കുന്നു. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആൾറെഡി വേറെ പരിപാടികൾ ഏറ്റുകഴിഞ്ഞെന്ന് ഷെൻ പറഞ്ഞപ്പോൾ നിനക്ക് പുതിയ സ്കൂളിലെ കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോഴേക്കും നീ ഞങ്ങളെ മറന്നു തുടങ്ങിയല്ലേ എന്ന് ഷിഷി പരാതി പറയുന്നുണ്ട്. അവൻ സിയെയും വിളിച്ചുകൊണ്ട് കളിക്കാൻ പോകുന്നു. ഷിയാൻ നിനക്ക് തന്ന കാർഡിൽ എന്താണെന്ന് ഷിഷി ചോദിച്ചപ്പോൾ എന്ത് കാർഡാണ് എന്ന് സിയെ ചോദിക്കുന്നു. എനിക്ക് ഷാദിക്കും അവൾ സ്വന്തമായി വരച്ച ക്രിസ്മസ് കാർഡ് തന്നല്ലോ, നിനക്ക് തന്നില്ലേ എന്ന് ഷിഷി ചോദിക്കുന്നുണ്ട്. തണുപ്പ് തുടങ്ങിയതുകൊണ്ട് അവരുടെ യൂണിഫോമിലും മാറ്റം വന്നിരുന്നു. സിയെ അടുത്ത ദിവസം സ്കൂളിൽ പോകാൻ തയ്യാറായി വന്നപ്പോൾ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാൻ ഷിയാൻ ഒരു പാരമ്പര്യ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് അവളുടെ അമ്മ പറഞ്ഞിരുന്നു. നിനക്ക് കുറച്ച് വേണോ എന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് മരുന്നിൻ്റെ ആവശ്യമില്ലെന്ന് സിയെ പറഞ്ഞപ്പോൾ ആ മരുന്നിന് ഭയങ്കര കയ്പാണെന്നാണ് കേട്ടത്. എന്നിട്ട് ഷിയാൻ എല്ലാ ദിവസവും ആ മരുന്ന് കഴിക്കുന്നുണ്ടെന്നും അവൻ്റെ അമ്മ പറയുന്നു. അവൻ ഷിയാൻ്റെ അടുത്തെത്തിയപ്പോൾ അവൾ ആ മരുന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇതാണോ നിൻ്റെ അമ്മ പറഞ്ഞ മരുന്ന് എന്ന് അവളുടെ മുഖഭാവം കണ്ട് അവൻ ചോദിക്കുന്നു. അതെ, തണുപ്പായതുകൊണ്ട് പ്രതിരോധശേഷി കൂട്ടാൻ ഇത് ആവശ്യമാണ് എന്നാണ് അമ്മ പറയുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ നിനക്കെന്തായാലും ഇത് ആവശ്യമാണ്, നീ അത്രയ്ക്ക് വീക്കാണ് എന്ന് അവനും പറയുന്നു. കയ്പ് കാരണം ഷിയാൻ വളരെ ബുദ്ധിമുട്ടിയത് കഴിക്കുന്നത് കണ്ട് അവൻ്റെ മിഠായി എടുത്ത് അവൾക്ക് നൽകുന്നു. അത് വാങ്ങി കഴിച്ച് വായിലെ കയ്പൊക്കെ മാറിയപ്പോൾ നിനക്ക് മിഠായി ഇഷ്ടമല്ലല്ലോ, പിന്നെ അങ്ങനെ നിൻ്റെ കയ്യിൽ മിഠായി വന്നു എന്നവൾ ചോദിക്കുന്നു. അവൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് തുറന്നു പറയാനുള്ള മടി കാരണം നീ സ്കൂളിലേക്ക് പോയിക്കോ, എനിക്ക് ഷിഷിയെ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞവൻ പെട്ടെന്ന് അവളെ പറഞ്ഞയക്കുന്നു. സിയെ ക്ലാസ്സിലെത്തിയപ്പോൾ അവന് നൽകാനുള്ള ക്രിസ്മസ് കാർഡും കയ്യിലെടുത്ത് വെച്ച് തയ്യാറായിരിക്കുകയായിരുന്നു ഷിയാൻ. പക്ഷേ സിയയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഷിഷി അവനോട് ഇത്തവണ ഹോളിഡേ ആഘോഷിക്കാൻ നീ ഞങ്ങൾക്കൊപ്പം കൂടിയേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഹോളിഡേയ്സിലൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് നിനക്കറിയാവുന്നതല്ലേ എന്ന് സിയെ പറയുന്നു. അത് കേട്ടതും കാർഡ് നൽകുന്ന അവന് ഇഷ്ടമില്ല എന്ന് ചിന്തിച്ച് ഷിയാൻ വേഗം കാർഡ് ഒളിപ്പിച്ച് വെക്കുന്നു. ഇത്തവണ ന്യൂ ഇയർ രാത്രിയിലെങ്കിലും നീ ഞങ്ങൾക്കൊപ്പം വന്നേ പറ്റൂ, നമുക്കൊരു കുടുംബം പോലെ കഴിഞ്ഞുകൂടെ എന്ന് ഷിഷി സിയെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചർ ക്ലാസ്സിലെത്തി പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ക്ലാസ്സിനിടയിൽ എൻ്റെ കാർഡ് എവിടെ? നീ ഷിഷിക്കും ഷാദിക്കുമൊക്കെ കാർഡ് നൽകിയെന്ന് ഞാൻ അറിഞ്ഞു. നിൻ്റെ ഡെസ്ക്മേറ്റായിട്ടും എനിക്ക് കാർഡൊന്നുമില്ലേ എന്ന് സിയെ അവളോട് ചോദിക്കുന്നു. നിനക്ക് ഹോളിഡേയ്സ് ഒന്നും ഇഷ്ടമല്ലെന്ന് നീ പറഞ്ഞതോ എന്നവൾ ചോദിച്ചപ്പോൾ ഹോളിഡേയ്സ് ഇഷ്ടമല്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്, ഹോളിഡേ പ്രസൻറ്റ് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നവൻ ചോദിക്കുന്നു. അപ്പോഴേക്കും മറുവശത്ത് കൂടി അവൾക്കരികിലെത്തിയിരുന്ന ടീച്ചർ ക്ലാസ്സിനിടയിൽ വർത്തമാനം പറഞ്ഞതിന് രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കുന്നു. ക്ലാസ്സിന് വെളിയിൽ നിൽക്കുമ്പോഴും കാർഡ് കിട്ടാത്തതിൻ്റെ പിണക്കത്തിലായിരുന്നു സിയെ. ഷിയാൻ പതുക്കെ പോക്കറ്റിൽ നിന്ന് കാർഡ് എടുത്ത് നീട്ടിക്കൊണ്ട് നിനക്ക് തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ആദ്യം വരച്ചത് കോങ്കരത്ത് നശിപ്പിച്ചു, അതുകൊണ്ട് വീണ്ടും വരയ്ക്കേണ്ടി വന്നു, അതുകൊണ്ടാണ് ഞാൻ തരാൻ ലേറ്റായത് എന്നവൾ പറയുന്നു. അവനത് തുറന്നു നോക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ തുറക്കണ്ട, വീട്ടിലെത്തിയിട്ട് തുറന്നാൽ മതി എന്നവൾ പറഞ്ഞെങ്കിലും അവൻ ഉടൻ തന്നെ അത് തുറന്നു നോക്കുന്നു. ആ കാർഡ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് പോലെ അതിമനോഹരമായിരുന്നു. നീ ആൾ കൊള്ളാമല്ലോ എന്ന് അഭിനന്ദിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ പോരുന്ന നീ പഠിക്കുകയൊന്നുമല്ലല്ലേ, ഈ കാർഡ് വരയ്ക്കുന്ന സമയം കൂടി പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് 20 മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയേനല്ലോ എന്ന് അവൻ പറയുന്നു. നിനക്ക് ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇങ്ങ് തിരികെ തന്നേക്ക്, അതിന് അത്രയ്ക്കൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവൾ അവൻ്റെ കയ്യിൽ നിന്ന് അത് തിരികെ വാങ്ങാൻ ശ്രമിക്കുന്നു. കൊടുക്കാതിരിക്കാൻ അവൻ കൈ ഉയർത്തി പിടിക്കുന്നു. രണ്ടുപേരും കൂടി പിടിവലിയിടുന്നത് കണ്ടുകൊണ്ട് ക്ലാസ്സിന് പുറത്തേക്ക് വന്ന ടീച്ചർ രണ്ടുപേരോടും സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലാൻ പറയുന്നു. പണിഷ്മെൻറ്റായി രണ്ടുപേർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു പാഠം 15 വട്ടം പകർത്തി എഴുതാൻ ഏൽപ്പിക്കുന്നു. ലഞ്ച് ബ്രേക്കിന് ലൈബ്രറിയിൽ നിന്ന് എഴുതുകയായിരുന്ന സിയയുടെയും ഷിയാൻ്റെയും അരികിലേക്ക് ഷാദിയും ഷിഷിയും കൂടി വരുന്നുണ്ട്. ന്യൂ ഇയർ രാത്രിയിൽ ഞങ്ങൾക്കൊപ്പം കറങ്ങാൻ നീ കൂടി വരുമോ, അല്ലെങ്കിൽ ഇവന്മാരുടെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചാവും എന്ന് ഷാദി ഷിയാനോട് ചോദിക്കുന്നു. മാത്സ് പരീക്ഷയുടെ റിസൾട്ട് കിട്ടിയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. മാത്സ് പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം വരാമെന്ന് ഷിയാൻ ഷാദിക്ക് വാക്ക് കൊടുക്കുന്നു. ഷാദി ഇടയ്ക്കിടയ്ക്ക് ഷിയാൻ്റെ വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഷിഷി സിയയെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് വാചകമടിക്കുന്ന കൂട്ടത്തിൽ സിയയുടെ ലഞ്ച് കൂടി കഴിക്കുന്നത് കണ്ട് സിയ അവനോട് വാചകമടി നിർത്തിയിട്ട് എന്നെ ഇതൊന്ന് എഴുതാൻ സഹായിക്കുക, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്, ഞാൻ കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ബുക്ക് അവൻ്റെ അടുത്തേക്ക് നീക്കി വെക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞവൻ അവനെ അടിച്ചേൽപ്പിക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്സിൻ്റെ പേപ്പർ കിട്ടുന്നു. ഷിയാന് കഴിഞ്ഞ തവണത്തേക്കാൾ 2 മാർക്ക് കൂടുതലുണ്ടായിരുന്നു. ഷാദിയും ഷിഷിയും സിയയും എല്ലാം അവളുടെ മാർക്ക് അറിയാൻ ആകാംക്ഷയോടെ ചോദിക്കുന്നു. വെറുതെ ചോദിക്കേണ്ട, വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കൊപ്പം വരാൻ കഴിയില്ല എന്ന് ഷിയാൻ പറയുന്നു. ഷിഷി അവളുടെ പേപ്പറിലേക്ക് നോക്കിയിട്ട് നിനക്ക് ഷാദിയേക്കാൾ 2 ഇരട്ടി മാർക്ക് കൂടുതലുണ്ടെന്ന് പറയുന്നു. അപ്പോഴേക്കും എല്ലാവരുടെയും മാർക്ക് കണ്ടല്ലോ, എന്നിട്ടും എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയുകയാണല്ലേ, നിങ്ങൾക്കാർക്കും ഫൈനൽ എക്സാമിനെ കുറിച്ചൊരു പേടിയുമില്ലേ? ഈ സെമസ്റ്ററിൻ്റെ ഫൈനൽ എക്സാം കഴിയുമ്പോൾ ഞാൻ എല്ലാവരെയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റ് മാറ്റിയിരുത്തുന്നുണ്ട്, അതുകൊണ്ട് ഹോളിഡേയ്ക്ക് കറങ്ങി നടന്ന സമയം കളയാതെ വീട്ടിൽ നിന്ന് പഠിക്കാൻ നോക്കാൻ ആൻറ്റി ലിയു എല്ലാവരോടുമായി പറയുന്നു. അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത സെമസ്റ്ററിൽ നമുക്ക് സീറ്റ് മാറേണ്ടി വരുമല്ലോ, എൻ്റെ അത്ര നല്ലൊരു ഡെസ്ക്മെൻറ്റിനെ നിനക്ക് വേറെ എവിടെ നിന്ന് കിട്ടും എന്ന് സിയെ സ്വയം പൊക്കി പറയുന്നു. അത്രയ്ക്ക് പുകഴ്ത്താനും മാത്രം ഒന്നുമില്ല എന്ന് ഷിയാൻ മറുപടി നൽകുന്നു. നീ ശരിക്കും ഹോളിഡേയ്സ് എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്കൊപ്പം വരുന്നില്ലേ?
നിന്റെ പഠനത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് സിയെ പറഞ്ഞല്ലോ എന്ന് ശിശി തിരിഞ്ഞ് ഷിയാനോട് ചോദിക്കുന്നു. ഞാൻ വരുന്നില്ല, മാർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, വെറും 2 മാർക്കിലേ കൂടുതലുള്ളൂ, അതത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ ഷാദിയും ശിഷിയും നിരാശയോടെ തിരിയുന്നു. മാർക്കും റാങ്കും 2-2 ഇത്ര ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം പ്രോഗ്രസ് ഉണ്ടാക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് സമയം പ്രഷറൊക്കെ മാറ്റിവെച്ച് റിലാക്സ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് സിയെ ഷിയാനെ ഒപ്പം വരാൻ പ്രേരിപ്പിക്കുന്നു. ഹോളിഡേ കഴിഞ്ഞാൽ ഉടൻ ഫൈനൽ എക്സാം അല്ലേ, ഞാൻ അടുത്ത സെമസ്റ്ററിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞവൾ നിർത്തിയപ്പോൾ നീ എന്താണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് എന്നവൻ ചോദിക്കുന്നു. മാർക്ക് കുറഞ്ഞാൽ അവൻ്റെ അടുത്ത് നിന്ന് മാറിയിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഉള്ളിലെ ഭയമെന്ന് ഷിയാൻ തുറന്നു പറയുന്നില്ല. അവൾ വേറെന്തൊക്കെയോ ന്യായങ്ങൾ അവനോട് പറയുന്നുണ്ട്. വെറും 3 ദിവസത്തെ അവധിയേ ഉള്ളൂ, ആരും റിലാക്സ് ചെയ്ത് സമയം കളയാതെ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞാണ് ആൻറ്റി ലീവ് പോയത്. ഷിയാൻ അന്ന് വീട്ടിലെത്തിയപ്പോൾ ഡയറി എഴുതാൻ എടുത്തിട്ട് മറ്റൊരു ഡെസ്ക്മേറ്റിനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഡയറി മാറ്റിവെച്ച് അവൾ പഠിക്കാൻ തുടങ്ങുന്നു. ഷിയാനെ അവധിയായിട്ട് പോലും മുറിക്ക് പുറത്തേക്ക് കാണാത്തതിനാൽ അച്ഛൻ അവളെ വിളിക്കാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയെങ്കിലും നിങ്ങൾ അവളെ മര്യാദയ്ക്ക് പഠിക്കാൻ സമ്മതിക്കില്ലേ, അവൾക്ക് ക്ഷീണം തോന്നുമ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നോളും എന്ന് പറഞ്ഞ അമ്മ അദ്ദേഹത്തെ തടയുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് ഫയർ വർക്ക്സ് കാണാൻ പുറത്തു പോകണം എന്ന് പറഞ്ഞ് കോങ് വാശി പിടിക്കാൻ തുടങ്ങുന്നു. കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ തനിച്ചു പോകുമെന്ന് പറഞ്ഞവൻ വഴക്കിട്ടപ്പോൾ കുറച്ച് സമയം നമുക്കൊരുമിച്ച് പുറത്തു പോയിട്ട് വരാം, ഷിയാനും ഒരു ചേഞ്ച് ആകുമല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ അവളെ വിളിക്കാനായി അകത്തേക്ക് കയറുന്നു. ഷിയാൻ മേശപ്പുറത്ത് തലവെച്ച് കിടന്ന് മയങ്ങുന്നത് കണ്ടപ്പോൾ അച്ഛനെ ശല്യപ്പെടുത്താൻ തോന്നിയില്ല. അദ്ദേഹം അവളെ ഉണർത്താതെ കോട്ടെടുത്ത് അവളുടെ പുറത്തുകൂടി ഇട്ടിട്ട് ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഷാദിക്കും ശിശിക്കുമൊപ്പം ന്യൂ ഇയർ ആഘോഷങ്ങളിലായിരുന്നു സിയെ അപ്പോൾ. പക്ഷേ ഷിയാനൊപ്പം ഇല്ലായിരുന്നുകൊണ്ട് അവനൊട്ടും മൂടുണ്ടായിരുന്നില്ല. കമ്പിത്തിരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുക്കാൻ ഷാദി ശിഷിയെ ഏൽപ്പിക്കുന്നു. അവൾ സ്റ്റൈലിൽ പോസ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. പക്ഷേ ശിഷി എടുത്ത ഫോട്ടോ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം കയറുന്നു. അതിൽ അവളുടെ തല കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേറെ കമ്പിത്തിരി വാങ്ങി വരുമ്പോഴേക്കും ഫോട്ടോ എടുത്ത് പ്രാക്ടീസ് ചെയ്യാനെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. സിയ അതിലൊന്നും പെടാതെ മാറി നിൽക്കുകയാണ്. ശിഷി അവനടുത്ത് വന്നപ്പോൾ നിനക്ക് അവളുടെ വായിലിരുന്നതെല്ലാം കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്ന് സിയെ ചോദിക്കുന്നു. അവൾക്ക് മൂക്കത്താണ് ചുണ്ടിയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ, എനിക്കങ്ങനെ അവളെ പിണക്കാൻ കഴിയില്ല എന്ന് ശിഷി പറയുന്നുണ്ട്. 12 മണിയാകാറായി, ഇപ്പോൾ ഫയർ ഷോ തുടങ്ങും, നിനക്ക് എന്താണ് ഒരു മൂഡില്ലാത്തെന്ന് ശിഷി ചോദിച്ചപ്പോൾ ഇവിടെ ആഘോഷിക്കാനും വേണ്ടി ആളുകളില്ല, അതുകൊണ്ട് ബോറടിക്കുന്നു എന്ന് സിയെ പറയുന്നു. കുട്ടിഭൂതം കൂടി ഇവിടെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടല്ലേ എന്ന് ശിഷി ചോദിച്ചപ്പോൾ സിയെ നിഷേധിക്കുന്നില്ല. അവൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഓർത്തിട്ട് നിനക്ക് സങ്കടം വരുന്നുണ്ടോ എന്ന് ചോദിച്ച് ശിഷി അവനെ കളിയാക്കിയപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയാണ് അവളെ കൂടി വിളിക്കാൻ പറഞ്ഞത്, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അവൾ കൂടി ഉണ്ടെങ്കിൽ ഷാദി അവൾക്കൊപ്പം കളിച്ച് തിരിച്ച് നടന്നുകൊള്ളും, അതോടെ നിനക്ക് ഫ്രീ ആകാം, നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിക്കാമെന്ന് സിയെ പറയുന്നു. ആ നമ്പർ ശരിക്കും ഏറ്റു, അത് ശരിയാണല്ലോ, ഞാനത് നേരത്തെ ആലോചിച്ചില്ല എന്ന് ശിഷി പറഞ്ഞപ്പോഴേക്കും കമ്പിത്തിരിയുമായി ഷാദി മടങ്ങിയെത്തുന്നു. സിയെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ ആദ്യം മുന്നോട്ട് നടക്കുന്നു. ഷിയാനെ വിളിക്കാനാണ് എന്നറിയാവുന്നതുകൊണ്ട് ശിഷി ഷാദിയെയും പിടിച്ചുകൊണ്ട് അവൻ്റെ പുറകെ പോകുന്നു. എങ്ങോട്ടാണ് എന്നവൾ ചോദിച്ചപ്പോൾ നിനക്ക് പറ്റിയൊരു ഫോട്ടോഗ്രാഫറെ കാണാനാണ് എന്നവൻ കളിയാക്കി പറയുന്നു. ഷിയാൻ മയക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ മേശപ്പുറത്ത് അച്ഛനെഴുതിയ കുറിപ്പിരിക്കുന്നത് കാണുന്നു. ഞങ്ങൾ കോങ്ങിനൊപ്പം ഫയർ വർക്ക് കാണാനായി പുറത്തു പോവുകയാണ്, നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ അതിലെഴുതിയിരുന്നു, എല്ലാവർക്കും ഒപ്പം കാണാൻ പോകണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ഷിയാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ജനലിൽ കൂടി നോക്കിയപ്പോൾ താഴെ നിൽപ്പുണ്ടായിരുന്ന സിയെയും ശിഷിയും ഷാദിയും കൂടി അവളെ കൈവച്ച് കാണിക്കുന്നു. നിങ്ങളവിടെ എന്തെടുക്കുകയാണ് എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ നീ ഇല്ലാതെ ഫയർ ഷോയ്ക്ക് പോകാൻ തോന്നുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് എന്ന് സിയെ വിളിച്ചു പറയുന്നു. കുറ്റം എൻ്റെ തലയിലേക്ക് വെച്ചു എന്ന് പറഞ്ഞ് ശിഷി അവനെ നോക്കുന്നുണ്ട്. വേഗം താഴേക്ക് ഇറങ്ങി വരാൻ അവർ പറഞ്ഞപ്പോൾ ഷിയാൻ സന്തോഷത്തോടെ അവർക്കൊപ്പം പോകുന്നു. എന്നാൽ വഴിയിൽ അവർ ഒരു ബ്ലോക്കിൽ പെടുന്നു. വണ്ടി മുന്നോട്ടുമില്ല പുറകോട്ടുമില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ്. എന്നെ വിളിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഷോ കാണാമായിരുന്നു, നമ്മൾക്കത് മിസ്സാകുമെന്നാണ് തോന്നുന്നത് എന്ന് ഷിയാൻ നിരാശയോടെ പറയുന്നു. പെട്ടെന്ന് സിയെ എനിക്കൊരു ഐഡിയ തോന്നുന്നു എന്ന് പറഞ്ഞ് എല്ലാവരോടും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. എനിക്കൊരു സ്ഥലം അറിയാം, അവിടെ എത്തിയാൽ ഉറപ്പായും നമുക്ക് ഷോ കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ ഷിയാൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങുന്നു. ശിഷിയും ഷാദിയും പുറകെയും. നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികൾക്കിടയിലൂടെ അവർ എങ്ങോട്ടോ ഓടുന്നു. പക്ഷേ ഓട്ടത്തിനിടയിൽ തന്നെ 12 മണിയുടെ മണി മുഴങ്ങുകയും ഫയർ ഷോ തുടങ്ങുകയും ചെയ്യുന്നു. അവർ സിയെ പറഞ്ഞ് പാലത്തിലെത്തിയപ്പോഴേക്കും ഫയർ ഷോ ഏകദേശം കഴിഞ്ഞിരുന്നു. ഞാൻ കാരണമാണ് നിങ്ങൾക്കും കൂടി കാണാൻ പറ്റാതെ പോയതെന്ന് ഷിയാൻ നിരാശയോടെ പറഞ്ഞപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, എന്തായാലും ട്രാഫിക് വളരെ കൂടുതലല്ലായിരുന്നു, നിന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് ഷാദിയും ശിഷിയും കൂടി അവളെ സമാധാനിപ്പിക്കുന്നു. പെട്ടെന്ന് വീണ്ടും ഫയർ ഷോ തുടങ്ങിയത് കണ്ട് സിയെ സന്തോഷത്തോടെ എല്ലാവരെയും അത് വിളിച്ച് കാണിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടി കൈകൾ കോർത്ത് പിടിച്ച് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്ത് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.